വെടിനിർത്തൽ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിനിടെ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു. തലസ്ഥാന നഗരിയായിരിക്കുന്ന തെഹ്റാനോട് ചേർന്നുകൊണ്ട് ബിൽഡിങ്ങിന് നേരെ കനത്ത രീതിയിൽ ആക്രമണം നടത്തിയ റിപ്പോർട്ട് പുറത്തു വന്നു. അത് ഏകദേശം ശാന്തമാകുന്നതിന് മുൻപ് തന്നെ ഇസ്രായേൽ കനത്ത രീതിയിലുള്ള തിരിച്ചടി തലസ്ഥാന നഗരിയോട് ചേർന്നുള്ള ബീർ ഷബ എന്ന് പറയുന്ന നഗരത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തി 9 ബിൽഡിംഗ് എങ്കിലും തകർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. 7 നില കെട്ടിടം അങ്ങനെ തന്നെ നിലം പൊത്തിയിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു. 7 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തു. ആദ്യം 3 പേരായിരുന്നു, പിന്നീട് 3 പേരുടെ റിപ്പോർട്ട് മരണം വീണ്ടും സ്ഥിരീകരിച്ചു, പിന്നീട് ഒരാളും. അങ്ങനെ ഏറ്റവും അവസാനത്തെ വെടിവെപ്പും വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇറാനാണ് ചെയ്തത്. മുമ്പ് ഇറാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ തുടങ്ങിയ യുദ്ധമല്ല, ഞങ്ങളാണ് അത് അവസാനിപ്പിക്കുക എന്നുള്ളത്. ഗസ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ എന്താണോ പറഞ്ഞത് ആ പറഞ്ഞതിൻ്റെ ആവർത്തനമാണ് ഇറാൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ അവസാന ഘട്ടം ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഒരു ഇടപെടലാണ് ഇസ്രായേൽ നടത്തിയത് എന്നുള്ള വിമർശനം അവിടെ നിലനിൽക്കുകയാണ്. കാരണം ഏറെക്കുറെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യം ഉണ്ടാകുന്ന സമയത്ത് ഇസ്രായേൽ സാധാരണ ചെയ്യാറുള്ളത് കനത്ത രീതിയിൽ ആക്രമണം നടത്തും. അപ്പോൾ വെടിനിർത്തൽ വന്നാൽ പിന്നെ ആക്രമിക്കാൻ പറ്റില്ല എന്നുള്ളതിനാൽ തന്നെ കനത്ത രീതിയിൽ ആക്രമണം നടത്തും. ഈ കാര്യം കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി ഈ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഇറാൻ എല്ലാ സംവിധാന തയ്യാറെടുപ്പും എടുത്തുകൊണ്ടാണ് തിരിച്ചടി നൽകിയത്. അതിലാണ് ഈ മരണം റിപ്പോർട്ട് ചെയ്തത്. അതോടുകൂടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയൊരു നാണക്കേടിലാണ് എത്തിയിരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ